സോ അപ്പോൾ ലാസ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എംബഡഡ് സിസ്റ്റംസിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊബൈൽ ഫോൺസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എംബഡഡ് സിസ്റ്റത്തിന് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഏതൊക്കെ പോർഷൻസിൽ നമ്മൾ എംബഡഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ ഓട്ടോമൊബൈൽ, നമ്മുടെ വെഹിക്കിൾസിനകത്ത് നമ്മൾ ഇലക്ട്രോണിക് യൂണിറ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ICസിന്റെ ഡെവലപ്മെന്റോട് കൂടിയാണ് നമ്മൾ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിലും മേജർ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ടായത്. ഇതിനകത്ത് നമ്മുടെ വെഹിക്കിൾ ഡ്രൈവിംഗ് നടത്തുന്ന സമയത്ത് അതിനകത്ത് സേഫ്റ്റി പർപ്പസസിന് വേണ്ടിയിട്ടും ബെറ്റർ ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ടും ഫ്യൂൽ യൂസേജ് എഫിഷ്യൻസി, ഇൻഫോർടൈൻമെന്റ് പർപ്പസസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആ ഹോൾ യൂണിറ്റിനെ നമ്മൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഒരു മോഡേൺ കാർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഏകദേശം 50 മുതൽ 100 ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്സ് വരെ ഉണ്ട്. അതായത് ഏകദേശം 50 മുതൽ 100 വരെയുള്ള മൈക്രോ എംബഡഡ് സിസ്റ്റംസ് നമ്മൾ ഓരോ മോഡേൺ കാർസിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ECUs എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റം, ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ബ്രെയിൻ സെന്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ECU നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മൈക്രോ പ്രോസസ്സറും പിന്നെ അതുമായിട്ട് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ്, അത് ഒന്നെങ്കിൽ ഈ പ്രീറോം മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് ബസ് യൂസ് ചെയ്തിട്ടാണ്. ഇതെന്താണെന്നൊക്കെ നമ്മൾ ഇനി വരുന്ന പോർഷൻസിൽ പഠിക്കുന്നുണ്ട്. കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് ബസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. അത് ഇതിന്റെ ബാക്കി പോർഷൻസിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, EFI എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അതായത് ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ എൻജിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഇത് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററും ഒരു ഫ്ലോട്ടിംഗ് മെക്കാനിസവും കൂടി ചേർന്നിട്ടായിരുന്നു ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഫ്ലോട്ടിംഗ് മെക്കാനിസമാണ് നമ്മുടെ എൻജിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ കാർബറേറ്റർ എന്ത് ചെയ്യും, ആ ഫ്യൂവലിനെ ഇവാപ്പറേറ്റ് ചെയ്ത് എയർ കമ്പഷൻ ആയിട്ട് മിക്സ് ചെയ്ത് എൻജിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മെക്കാനിസമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ മെക്കാനിസംസ് ആണ് മിക്കവാറും ഉള്ള വണ്ടികളിലെല്ലാം യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മെക്കാനിസത്തിൽ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിന് എത്ര എമൗണ്ട് ഓഫ് ഫ്യൂവലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് എമൗണ്ട് മെഷർ ചെയ്തിട്ട് ആ എക്സാക്ട് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ആയിരിക്കും ഓരോ തവണയും എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്യൂവൽ സേവിങ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ ഒരു ടൈനി നോസിൽ യൂസ് ചെയ്ത് ഹൈ പ്രഷറിൽ അതിനെ അറ്റോമൈസ് ചെയ്തിട്ടാണ് ആ ഫ്യൂവലിനെ എൻജിനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. സോ അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രിവെന്റ്സ് ദ ഫ്ലഡിങ് ഓഫ് ദി എൻജിൻ ബൈ നോട്ട് അലോയിങ് ടു മച്ച് ഫ്യൂവൽ ഇൻ ടു ദി എൻജിൻ. എൻജിനിലേക്ക് ഒരുപാട് ഫ്യൂവൽ അങ്ങോട്ടേക്ക് ഫ്ലഡ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ മെക്കാനിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So it is more efficient and emission friendly.
ആൻഡ് സിമിലർ ഹാർഡ്വെയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻസ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കാർബറേറ്റേഴ്സിന്റെ കേസിലെന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാർബറേറ്റേഴ്സിന്റെ കേസിൽ. അതേസമയം ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വന്നതോടുകൂടി ഈ രണ്ട് കേസസിനും ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കേസിൽ സിമിലർ ആയിട്ടുള്ള ഹാർഡ്വെയർ മെഷീൻസ് തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ വന്നതോടുകൂടി ഇത് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ട് മാറി. ദെൻ അടുത്തൊരു മെക്കാനിസം ആണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെഹിക്കിൾസ്, നമ്മളിപ്പം ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു പോവുകയാണ്, വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരു റെസ്ട്രിക്ഷൻ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ കാണുമ്പോഴത്തേനും അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഹൈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദർ മേ ബി ചാൻസസ് ഫോർ സ്കിഡിങ് ദ വെഹിക്കിൾ. ഓക്കെ, അങ്ങനെ സ്കിഡിങ് ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീൽസ് ലോക്കപ്പ് ആവുന്നത് കൊണ്ടാണ്. അങ്ങനെ ലോക്കപ്പ് ആവാതെ സ്കിഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ മെക്കാനിസം ടു പ്രിവെന്റ് സ്കിഡിങ് ഡ്യൂ ടു ലോക്കിംഗ് അപ്പ് ഓഫ് ദി വെഹിക്കിൾസ്. സോ അപ്പം ഡ്രൈവർ ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും വീൽസ് ലോക്ക് വരാതിരിക്കാൻ ഉള്ള ആ ഒരു പ്രിവെൻഷൻ ആണ് ഈ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ലോക്ക് ആയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണ്? സ്റ്റിയറിംഗ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയാലും ആ ഡയറക്ഷനിലേക്ക് ചിലപ്പോൾ വീൽസ് മൂവ് ആവത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ സ്കിഡിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അതേസമയം ആ വീൽസ് ലോക്ക് ആവാതിരിക്കുവാണെങ്കിൽ വെഹിക്കിൾ ചിലപ്പം അതിന്റെ ഡയറക്ഷൻ കുറച്ച് അങ്ങോട്ടേക്ക് മാറി ചിലപ്പം മൂവ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ലോക്ക് ആയി കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ABSന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ABSന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിനകത്ത് ഒരു കൺട്രോൾ മോഡ്യൂൾ ഉണ്ട്, മോഡുലേറ്റർ യൂണിറ്റ് ഉണ്ട്, വീൽ സെൻസേഴ്സ് ഉണ്ട്. വീൽ സെൻസേഴ്സിന്റെ കൂടെ തന്നെ വീലിൽ തന്നെ ഗിയർ പൾസർ ഉണ്ട്, ബ്രേക്ക് ഡിസ്ക് ഉണ്ട്. ഇത്രയും പോർഷൻസ് ഇതെല്ലാം തന്നെ അതിന്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ABS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ വീൽ സെൻസേഴ്സ് ആണ് ഈ ഇതിന്റെ വീൽസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സ്പീഡ് മെഷർ ചെയ്തിട്ട് അതിനെ ECUലേക്ക് ഇൻഫോം ചെയ്യുന്നത് ഈ വീൽ സെൻസേഴ്സ് ആണ്. എന്നിട്ട് ആ കിട്ടുന്ന ഇൻഫർമേഷന് ഈ 4 വീലിൽ നിന്നുള്ള ഇൻഫർമേഷൻ ECU അത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിന് ശേഷം ഓരോ വീൽസിന്റെയും സ്പീഡ്സ് എല്ലാത്തിന്റെയും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് അത് അനലൈസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും മൂവ് ഏതെങ്കിലും ഒരു ടയർ അല്ലെങ്കിൽ ആ ഒരു വീല് സിഗ്നിഫിക്കൻ്റ്ലി സ്ലോവറോ അല്ലെങ്കിൽ ഫാസ്റ്ററോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ വരുവാണ് എങ്കിൽ ABS ഉടനെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്സ് അപ്ലൈ ചെയ്യും. അതിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഹൈഡ്രോളിക് ബ്രേക്സ് അവിടെ അപ്ലൈ ചെയ്യും. സോ ഒരു വീല് മറ്റൊന്നിനേക്കാളും ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ ABS എന്ത് ചെയ്യും? ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ സ്പീഡിനെ കുറയ്ക്കും. പിന്നെ അതല്ല സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ the ABS decreases the brakes applied on this wheel. അങ്ങനെയാണ് ഈ ഒരു ABS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ 4 വീലുകളുടെയും സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ സ്പീഡ് ഏകദേശം ഒരേ രീതിയിൽ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ആ വീൽസ് ലോക്ക് ആവാതെ ഇത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ സ്കിഡിങ് അവോയ്ഡ് ചെയ്യുന്നത്. സോ ഈ ABS യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെന്റ്സ് വീൽ ലോക്കപ്പിനെ പ്രിവെന്റ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഡ്രൈവറിന് കൂടുതലായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. നമ്മൾ ഫുള്ളായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിയറിംഗ് കൺട്രോള് ഡ്രൈവറിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിഡൻസിന്റെ പ്രോബബിലിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസർ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു തവണ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ വെഹിക്കിള്
എന്താണ് അതിന്റെ ഒരു സ്റ്റോപ്പ് കണ്ടീഷനിലേക്ക് എത്താനായിട്ട് എത്ര ദൂരം സഞ്ചരിച്ചാലാണ് അതൊരു സ്റ്റോപ്പ് കണ്ടീഷനിലേക്ക് എത്തുന്നത്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ABS യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലൊക്കെ ആണെങ്കിൽ വളരെ ലെസ്സർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഏറ്റവും ഫാസ്റ്ററായിട്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്. പിന്നെ സ്നോ കവേർഡ് ആയിട്ടുള്ള റോഡ്സിലൊക്കെ നമുക്ക് വെഹിക്കിൾസിന് ലെസർ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ABS യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ABS ഗീവ്സ് ദ ഡ്രൈവർ ബെറ്റർ കൺട്രോൾ ഓവർ ദ കാർ ഓൺ സച്ച് റോഡ്സ്. ഇങ്ങനത്തെ റോഡുകളിൽ ഡ്രൈവറിന് ബെറ്റർ കൺട്രോൾ കിട്ടാനായിട്ട് ഈ ABS ബ്രേക്കിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി അടുത്തൊരു പോർഷൻ അല്ലെങ്കിൽ അടുത്തൊരു മെക്കാനിസം നമ്മൾ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ABSുമായിട്ട് സിമിലർ തന്നെയാണ്. ഇതിൻ്റെയും മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറിന് വെഹിക്കിളിന്റെ ബെറ്റർ കൺട്രോൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് വീൽ സെൻസേഴ്സ്. ഇതിനകത്ത് വീൽ സെൻസേഴ്സ് ഉണ്ട്, ബ്രേക്കിംഗ് മെക്കാനിസം ഉണ്ട്. അത് ABSൽ ഉള്ളതുപോലെ തന്നെ വീൽ സെൻസേഴ്സും ഉണ്ട്, ബ്രേക്കിംഗ് മെക്കാനിസം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സ്റ്റിയറിംഗ് വീൽ ഓറിയന്റേഷൻ സെൻസറും ഉണ്ട്, ജീറോസ്കോപ്പിക് സെൻസറും ഉണ്ട്. ഇങ്ങനെ 2 അഡീഷണൽ സെൻസേഴ്സും കൂടി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ജീറോസ്കോപ്പിക് സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെഹിക്കിളിന്റെ ഡയറക്ഷണൽ ചേഞ്ചസിനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് തന്നെയാണോ ആ വീൽസിന്റെ ഡയറക്ഷൻ തിരിയുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ജീറോസ്കോപ്പിക് സെൻസർ ചെയ്യുന്നത്. സോ ദി ECU ഓഫ് ദി ESC, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിന്റെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ചെക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ പോർഷനിലേക്ക് തന്നെയാണ് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ESCയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ ജീറോസ്കോപ്പിക് സെൻസർ സെൻസസ് ദ വെഹിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിയറിംഗ് വീൽ ഓറിയന്റേഷൻ ഓർ നോട്ട്. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എങ്ങോട്ടേക്കാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഇതിലേക്ക് തന്നെയാണോ വെഹിക്കിളിന്റെ ഡയറക്ഷൻ തിരിയുന്നത് എന്നുള്ളത് സെൻസ് ചെയ്ത് എടുക്കുന്നു. അത് തമ്മിൽ മാച്ച് ഉണ്ടാവുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഡ്രൈവറിന് ആ വെഹിക്കിൾ മൂവ്മെന്റിൽ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഈ ESC എന്ത് ചെയ്യും, ആവശ്യത്തിന് ബ്രേക്ക് വീൽസിൽ അപ്ലൈ ചെയ്യും, വീൽസ് സോ ദാറ്റ് ദ വെഹിക്കിൾ മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഇന്റൻഡഡ് ബൈ ദി ഡ്രൈവർ. ഇപ്പൊ ഡ്രൈവർ ഉപയോഗിക്കുന്ന അതേ രീതിയിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡയറക്ഷണൽ ചേഞ്ച് വരുവാണെങ്കിൽ ചെറുതായിട്ട് ബ്രേക്ക് ആവശ്യത്തിന് അപ്ലൈ ചെയ്ത് ആ ഒരു വെഹിക്കിൾ മൂവ്മെന്റ് സ്റ്റിയറിംഗ് കൺട്രോളിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൽ ചെയ്യുന്നത്. സോ ESC can work on any surface and is mostly seen in high-end vehicles, trucks, etc. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് high-end vehiclesലും ട്രക്സിലും ഒക്കെയാണ്. ഇനി അടുത്തൊരു മെക്കാനിസമാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മെക്കാനിസം ഇൻ വിച്ച് വെഹിക്കിൾ സ്പീഡ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് വാല്യൂ വിത്തൗട്ട് ദ ഡ്രൈവർ ഹാവിംഗ് ടു കോൺസ്റ്റന്റ്ലി കീപ് ഹിസ് ഫുട്ട് ഓൺ ദി ആക്സിലേറ്റർ പെഡൽ. അതായത് ചില ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ, ഓക്കെ, അതായത് ഇപ്പൊ ഹൈവേസിലൊക്കെ ആണെങ്കിൽ ലോ ട്രാഫിക് ലെവൽസ് ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെഹിക്കിൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ലെവലിൽ നമുക്ക് കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്പീഡ് ഒരേ ലെവലിൽ കൊണ്ടുപോകണമെങ്കിലും നമ്മൾ ആക്സിലേറ്ററിൽ ഫുൾ ടൈം ഫുട്ട് അപ്ലൈ ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഒരു മോഡറേഷൻ ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ആ ലെവൽ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ ട്രാഫിക് ലെവൽസ് കുറഞ്ഞ ടൈമിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെവി ട്രാഫിക് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു കൺട്രോൾ നമുക്ക് അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിനകത്ത് ഉള്ള പോർഷൻസ് ആണ് ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ദെൻ അതോടൊപ്പം തന്നെ ഒരു റഡാർ ഹെഡ് ബേസ് സെൻസർ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ വെഹിക്കിളിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ വേറെ വെഹിക്കിൾസ് ഉണ്ടോ എന്നുള്ളതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ, ഈ ഒരു കൺട്രോള് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ വേറെ വെഹിക്കിൾസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള് നോർമൽ ക്രൂയിസ് കൺട്രോൾ ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പം നമ്മൾക്ക് മുന്നിലേക്ക് ഒരു വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റഡാർ സെൻസർ യൂസ് ചെയ്തുകൊണ്ട് ആ വെഹിക്കിളിന്റെ സ്പീഡും ഡിസ്റ്റൻസും നേരത്തെ തന്നെ ഇത് മെഷർ ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് നമ്മുടെ വെഹിക്കിളിന്റെ സ്പീഡ് ആക്സിലേറ്റർ ചെയ്യോ ഡിസിലേറ്റർ ചെയ്യോ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. So it ensures that the vehicle is at a safe distance from the vehicle in the front. ഫ്രണ്ടിലുള്ള വെഹിക്കിളുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്തുകൊണ്ടായിരിക്കും ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള് ആ വെഹിക്കിളിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇനി അടുത്തൊരു സെക്ഷനാണ് എയർ ബാഗ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എയർ ബാഗ് ഡിപ്ലോയ്മെന്റ്. അതായത് പാസഞ്ചേഴ്സിന് എന്തെങ്കിലും ഇൻ കേസ് ഓഫ് ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ അകത്തിരിക്കുന്ന പാസഞ്ചർ വണ്ടിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലും പോർഷനിൽ തട്ടി എന്തെങ്കിലും പരിക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നതാണ് ഈ എയർ ബാഗ് എന്ന് പറയുന്നത്. അപ്പം വിൻഡോ ഡാഷ്ബോർഡിലൊന്നും തന്നെ നമ്മുടെ പാസഞ്ചേഴ്സിൽ ഹിറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ ബാഗിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ സ്പീഡ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് സെൻസേഴ്സ് ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്, ജിറോസ്കോപ്പിക് സെൻസേഴ്സ് ഉണ്ട്, വീൽ സ്പീഡ് സെൻസേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇമ്പാക്ട് സെൻസേഴ്സും ഉണ്ട്. ഈ ഇത്രയും സെൻസേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ എയർ ബാഗ് ഡിപ്ലോയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെഹിക്കിളിന് പെട്ടെന്നൊരു സ്പീഡ് ഡിക്രീസ്, സഡൻ സ്പീഡ് ഡിക്രീസ് ഉണ്ടാവുകയാണ്, അതും വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിൽ ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ലാർജ് എമൗണ്ട് ഓഫ് ഡീസിലറേഷൻ വിൽ ഹാപ്പൻ ദെയർ. സോ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കൊളീഷൻ ഡിറ്റക്ഷൻ, ഓക്കെ, അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള ഒരു ഡിസിലറേഷൻ വരുന്ന സമയത്ത് ഇമ്പാക്ട് സെൻസറും അതിനെ ഒരു കൊളീഷനായിട്ട് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ECU എന്ത് ചെയ്യുന്നത്, ഒരു ഗ്യാസ് ജനറേറ്റർ പ്രൊപ്പല്ലന്റിനെ ഇഗ്നൈറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ആ ഭാഗത്ത് തന്നെ, അതായത് ഡാഷ്ബോർഡിന്റെ അവിടെയായിട്ട് അതിനകത്ത് ഒരു ഇഗ്നിഷൻ ഗ്യാസ് ജനറേറ്റർ പ്രൊപ്പല്ലന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നൈട്രജൻ ഗ്യാസ് ഫോം ചെയ്ത് വരും. അത് ഫോം ചെയ്ത് ഒരു നൈലോൺ ഫാബ്രിക് ബാഗ് ഫില്ല് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫില്ല് ചെയ്ത് ആ ബാഗാണ് പുറത്തേക്ക് വരുന്നത്. സോ ഈ എയർ ബാഗ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഈ പാസഞ്ചേഴ്സിന് ഇഞ്ചുറി ഉണ്ടാവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. അതാണ് ഈ എയർ ബാഗ് ഡിപ്ലോയ്മെന്റിൽ ചെയ്യുന്നത്. ദെൻ അടുത്തൊരു സെക്ഷനാണ് ഓട്ടോമോട്ടീവ് നാവിഗേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പരിചയമുള്ള കാര്യം തന്നെയാണ്. അതായത് ഡ്രൈവറിന് പല രീതിയിലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് വൈൽ ഡ്രൈവിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ് ഓട്ടോമോട്ടീവ് നാവിഗേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റിയൽ ടൈം ഇൻഫർമേഷൻ, നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ചോ അവിടുത്തെ ട്രാഫിക് കൺജൻഷൻ, പിന്നെ നമ്മുടെ ഫ്യൂവൽ സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള പല പല ഇൻഫർമേഷൻസും ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിനകത്തും നമുക്ക് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതോടൊപ്പം ജിറോസ്കോപ്പിക് സെൻസേഴ്സും GPS എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഇത് നമ്മൾ സാറ്റലൈറ്റിന്റെ യൂസോട് കൂടി ട്രയാങ്കുലർ പൊസിഷൻ, നമ്മുടെ വെഹിക്കിളിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ മെഷർ ചെയ്തിട്ട് നമ്മുടെ വെഹിക്കിളിന്റെ പൊസിഷൻ ട്രയാങ്കുലേറ്റ് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ചാണ് ഈ ഓട്ടോമോട്ടീവ് നാവിഗേഷൻ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇതിനകത്തുള്ള ജിറോസ്കോപ്പിക് സെൻസർ യൂസ് ചെയ്തുകൊണ്ടാണ് വെഹിക്കിൾ ഏത് വശത്തേക്ക്, ഏത് ഡയറക്ഷനിലേക്കാണ് ടേൺ ചെയ്തതെന്നും ഇപ്പൊ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്.
ദെൻ അതുപോലെ തന്നെ ഇതോടൊപ്പം ഈ ഡ്രൈവിംഗ് റെസ്ട്രിക്ഷൻസ് ആയിട്ടുള്ള സൈൻ ബോർഡ്സ്, വാർണിംഗ് ബോർഡ്സ്, നിയർ ബൈ ഫ്യൂവൽ സ്റ്റേഷൻസ്, കാർ വാഷ് ഷോപ്സ്, വർക്ക്ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഓട്ടോമോട്ടീവ് നാവിഗേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നത്. അപ്പം നമ്മുടെ വെഹിക്കിളിനകത്ത് പല ടൈപ്പ് ഓഫ് എംബഡഡ് സിസ്റ്റംസ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പം കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക്സ്, അങ്ങനെ കുറേ ഏരിയാസിനകത്ത് നമ്മുടെ എംബഡഡ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ, അതെല്ലാം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.